കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമൻ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് കർത്താവിൻ്റെ മഹത്വം ഈ രാത്രിയിലും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മധ്യം നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിൽ പ്രാരംഭമായിട്ട് ഇന്ന് രാത്രിയിൽ അർപ്പണം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ ധ്യാന യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിലേക്കാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ കുടുംബം വിശേഷിച്ചവർക്കുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തുടർമാനമായി നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എക്കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് വചനം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആശ്വസിക്കും. നമ്മുടെ സമരമുഖങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ നമ്മളോട് ദൈവത്തിന് അറിയിക്കാനുള്ള ശക്തമായ അരുളപ്പാടുകളാണ് ദൈവത്തിൻ്റെ വചനം. വചനത്തിന് ഒരുപാട് ക്രിയകളുണ്ട്, ഒരുപാട് ക്രിയകൾ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വചനം അല്പബുദ്ധിയെ. മറ്റൊരാൾ പറയുന്നത്, നിന്റെ വചനം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തണുപ്പായതുകൊണ്ടാണോ തണുപ്പെന്ന് പറയാനൊരു മടി? നിന്റെ വചനം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്ത് സുന്ദരമായ ക്രിയകളാണ് ദൈവത്തിൻ്റെ വചനത്തിനല്ലേ. ജ്ഞാനം തരാൻ ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാണ്. പ്രാണന് തണുപ്പ് തരാൻ ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാണ്. നമ്മുടെ ജീവിത സാഹചര്യം പള്ളിക്കൂടത്തിൻ്റെ പടി നമ്മളെ കാണിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ വിധേയപ്പെടാനും ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ലോകം തരുന്ന ജ്ഞാനത്തേക്കാൾ അപ്പുറം നമുക്ക് ജ്ഞാനം തരാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. പ്രാണന് തണുപ്പ് തരും. പ്രാണൻ എവിടെയാണ്? എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. എവിടെയോ സ്ഥിതി ചെയ്യുന്നു. ചൂടുള്ള ഒന്നിനാണ് തണുപ്പ് വേണ്ടിയത്. ചൂടെടുക്കുമ്പോഴാണ് നമുക്ക് തണുപ്പ്. മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് ഈ രാജ്യമൊക്കെ ഭയങ്കര ചൂട് ഉള്ള രാജ്യമാണ്. ചില നാളുകൾക്ക്, ചില മാസങ്ങൾക്കപ്പുറത്ത് ഞാൻ മറ്റൊരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ 50 ഡിഗ്രിക്ക് മുകളിൽ ചൂടായിരുന്നു. ഊഹിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ 40-45 വരെയൊക്കെ വന്ന് മലബാർ മേഖലകളിലേക്കൊക്കെ, പാലക്കാട്ടോട്ടൊക്കെ ഭീകരമായ ചൂടാണ്. ഗവൺമെൻറ് അപ്പോൾ പ്രത്യേകം നിബന്ധനകളൊക്കെ ഏർപ്പെടുത്തി. ഇത്ര സമയം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ കടക്കാർക്കൊക്കെ നല്ല കോളായിരുന്നു. AC ഒക്കെ ധാരാളം. ഞങ്ങളുടെ നാട്ടിലൊക്കെ AC വെക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ നിവൃത്തിയില്ലാത്തവർ പോലും AC. ചൂടുള്ളപ്പോഴാണ് നമുക്ക് തണുപ്പ് വേണ്ടിയത്. വചനം പ്രാണനെ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കും. പ്രാണൻ ചിലപ്പോൾ വല്ലാതെ ചൂട് പിടിക്കും. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും തണുത്ത അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നതെങ്കിലും പ്രാണൻ ചൂട് പിടിച്ച ചിലതിനെ വചനത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നുണ്ട്. വിട്ടുപോകുന്ന കുടുംബത്തെക്കുറിച്ച്, ദൂരെയായിരിക്കുന്ന തലമുറയെക്കുറിച്ച്, കുടുംബത്തിലെ വള്ളിക്കെട്ട് വീണ് ഒഴിഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, ജോലി മേഖലകളിലെ സമ്മർദ്ദം, മറ്റ് പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പ്രാണൻ പൊള്ളിക്കുടിരുന്ന ചിലത് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. കൈ പൊള്ളിയാൽ, പേസ്റ്റ് തൂത്താൽ, കോഴിനെയ് പുരട്ടിയാൽ, തേൻ പുരട്ടിയാൽ പൊള്ളലിൻ്റെ അഴലിച്ച മാറും. പക്ഷെ വിവിധ വിഷയങ്ങളുടെ നടുവിൽ നമ്മുടെ ഉള്ളിലെ പ്രാണം പൊള്ളിയാൽ, തേൻ കുടിച്ചാലോ തേൻ പുരട്ടിയാലോ പ്രാണന്റെ പൊള്ളൽ മാറത്തില്ല. പ്രാണന്റെ പൊള്ളൽ മാറ്റാൻ
ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ ഔഷധമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമാണ്. ആകാശം മാറും, ഭൂമി മാറും, മാറ്റമില്ലാത്തത് ഉറക്കെ പറഞ്ഞേ ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പ്രതിസന്ധികളില് വചനത്തിലൂടെ ധൈര്യപ്പെടുന്ന, ബലം പ്രാപിക്കുന്ന, ആശ്വാസം കണ്ടെത്തുന്ന ദൈവമക്കളായി നമുക്ക് മാറണം. പകല് കുറച്ച് പേരെ ഉള്ളായിരുന്നു. പക്ഷേ നമ്മൾ തെസ്സലോനിക്കർ ഏത് ലേഖനമായിരുന്നു? തീത്തോസിൻ്റെ ലേഖനമാണ് ചിന്തിച്ചത്. പൗലോസ് തൻ്റെ വാത്സല്യ മകനായ തീത്തോസിന് നൽകുന്ന ഗൗരവമേറിയ ഏതാണ്ട് 7 പ്രബോധനങ്ങളാണ് നമ്മൾ പകല് ചിന്തിച്ചത്. അതിൽ 2 നമ്മൾ ഓടിച്ച് ചിന്തിച്ചു. പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുന്നവരായിരിക്കുക, അടുത്തത് നിർമ്മതർ ആയിരിക്കുക. പിന്നെ 5 കൂടുണ്ട്. ഗൗരവമുള്ളവരായിരിക്കുക, സുബോധമുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക, സ്നേഹത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുക, സഹിഷ്ണുതയിൽ ആരോഗ്യമുള്ളവരായിരിക്കുക. ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. പകലത്തെ കൂട്ടായ്മയ്ക്ക് ശേഷം റൂമിൽ ചെന്ന് വിശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരുന്നൊരു ഭാഗമാണ് സഹിഷ്ണുതയിൽ എന്ത് വേണം? ആരോഗ്യം. നമ്മുടെ മക്കൾ ആരോഗ്യമുള്ളവരായിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരു വലിയ സമ്പന്നരൊന്നും ആയില്ലേലും, ഒന്നും നേടിയില്ലേലും നമ്മുടെ മക്കളെല്ലാം നല്ല ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കും. അതിനെന്തും ചെയ്യും, അല്ലേ? ചില വീട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ടിന്നുകളുടെ മാസ്മര ലോകമായി. അതെല്ലാം പൗഡറുകളാണ്. വാഴപ്പിണ്ടി പൊടിക്കുന്നു, അല്ലേ? വാഴക്ക പൊടിക്കുന്നു ഉണക്കി. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പിതാവ് ഏത്തക്ക അരിഞ്ഞ് വെയിലത്തിട്ടേക്ക് മിറ്റിൽ നിരത്തിയിട്ടേക്കുന്ന പോലെ. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതിങ്ങനെ അരിഞ്ഞുണങ്ങിയിട്ടേക്കുന്നേ? നിവാസി 2 കുഞ്ഞു മക്കളുണ്ട്. തീരെ അവന്മാർക്ക് ആരോഗ്യമില്ല. അപ്പം ഇത് ഒന്ന് ഉണക്കി പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുത്താൽ നല്ല. നമ്മുടെ മക്കൾ ആരോഗ്യമുള്ളവരായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. ഒരു പിതാവ് തൻ്റെ മകൻ ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് അവിടുത്തെ മക്കളായ നമ്മളും ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ? വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും. സഹിഷ്ണുതയ്ക്ക് ആരോഗ്യം വേണം, വിശ്വാസത്തിന് ആരോഗ്യം വേണം, സ്നേഹത്തിന് ആരോഗ്യം വേണം. ഈ സഹിഷ്ണുതയുടെ ആരോഗ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ഒരു വ്യക്തി ഭക്തനായ യോബ്. യോബിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സെക്ഷൻ ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ലോക ചരിത്രത്തിൽ എത്രയേറെ പരിശോധനകളിലൂടെ കടന്നുപോയൊരു പരമഭക്തൻ യോബ് അല്ലാതെ ആരാ ഉള്ളത്? താൻ അനുഭവിച്ച ശോധനകൾ, വേദനകൾ, ഇല്ലായ്മകൾ, പങ്കപ്പാടുകൾ, കഷ്ടതകൾ, അപമാനങ്ങൾ വിശദീകരിക്കാൻ പറ്റുമോ? എല്ലാം പോയില്ലേ? എല്ലാം പോയി. വീട് വീണു, മക്കൾ 10 മരിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒറ്റയടിക്ക് 10 പിള്ളേർ മരിക്കുക, 10 ശവപ്പെട്ടിയിൽ 10 ശവങ്ങൾ. മണിക്കൂറുകൾ കഴിയുമ്പോൾ മക്കളുടെ സുന്ദര പൂമേനിയിൽ പുഴുക്കൾ നൃത്തമാടും. അവരെ മണ്ണിന് കൊടുക്കാൻ പോവാ. ഒരപ്പൻ്റെ ചങ്ക് പിടയുന്നതേ. വീട് പോയതിലല്ല വിഷയം, ആടുമാടുകൾ പോയതിലല്ല, സമ്പത്ത് പോയതിലല്ല, മക്കൾ പോയതിൽ അപ്പന്റെ ഹൃദയം പിടയുകയാ. തൊട്ടുപുറകെ ഈ പ്രതിസന്ധിയിൽ സമാശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതര് ബദ്ധ ശത്രുക്കളായി. നിന്റെ നെറുകേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് അയാളോട് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോ ശരീരത്ത് ഒരു പരു, ആ പരു പഴുത്തു. അത് പൊട്ടിയപ്പോ തൊട്ടിപ്പുറത്ത് മറ്റൊരു പരു, അത് പൊട്ടിയപ്പോൾ അടുത്തത്. ചുരുക്കി പറഞ്ഞ മേലാസകലം കുഴിപ്പരുവുകളാൽ ബാധിതൻ. പണ്ടൊക്കെ പരുക്കൾ പൊങ്ങും. ഒരു പരു ശരീരത്തിൽ വന്നാൽ എന്ത് വേദനയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠന് കഷത്തിൽ ഒരു പരു വന്നിട്ട് ഒരാഴ്ച അദ്ദേഹം ഓപ്പറേഷന് വിധേയനായി ഹോസ്പിറ്റലിൽ കിടന്നു. ഒറ്റ പരു.
കണ്ടോ, ഒരു ശരീരത്തിൽ വന്നാൽ വേദന താങ്ങാൻ പറ്റത്തില്ല. യോബിന്റെ ശരീരത്തിൽ ഒരു പരുവല്ല, മണൽ വാരിയിടുന്ന പോലെ കുഴിപ്പരുവുകൾ വന്നു. നിൽക്കുമ്പോൾ തന്നെ ശരീരം പഴുത്തു പോവുകയാണ്. ഒരു കൂഴപ്ലാവിന്റെ തെക്കോട്ടുള്ള കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന കൂഴച്ചക്ക നിൽക്കുമ്പോൾ തന്നെ പഴുത്തടിരുന്ന പോലെ പ്രാണൻ, ജീവൻ ശരീരത്തിലുള്ളപ്പോൾ ആ മനുഷ്യന്റെ ശരീരം പഴുത്തിറന്നു പോവുകയാണ്. തൻ്റെ ശ്വാസത്തിന്റെ ഗന്ധം തനിക്ക് അറപ്പായി. വെള്ളമിറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അരയോട് ചേർത്ത് വസ്ത്രം ചുറ്റാൻ പറ്റുന്നില്ല. നഗ്നനായി കുറച്ച് ചാരത്തിനകത്തിന് നോട്ട് കഷണം കൊണ്ട് ശരീരം ചുരണ്ടുമ്പോൾ ചുരണ്ടുന്ന ഭാഗം ഇളകി താഴെ വീഴുക. എല്ലാം പോയി. ഇനിയും പോകാൻ വല്ലതും ഉണ്ടോ? എല്ലാം പോയി. ഇനി ഒന്നുകൂടെ ഉണ്ട് പോകാൻ. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ നിൽക്കാമെന്ന ഉടമ്പടിയിൽ കരം പിടിച്ച് കൂടെ ചേർന്ന പ്രാണന്റെ പാതിയായ ഭാര്യ ഈ ഭീകരമായ പ്രതിസന്ധിയിൽ ചാരത്തിനകത്തിരുന്ന് ശരീരം ഓട്ടുകഷണം കൊണ്ട് ചുരണ്ടി ഇളക്കുന്ന ഭക്തന്റെ അരികിലേക്ക് ഭാര്യ പാഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിന്റെ ഭക്തി ഇനിയെങ്കിലും ഭക്തിയെ മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് പോയി ചത്തുകളയടോ. അതിന് യോബ് പറഞ്ഞ മറുപടിയാണ് അവന്റെ സഹിഷ്ണുതയുടെ ആരോഗ്യം. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്താണ്? ഇത്രയധികം നന്മ തന്ന ദൈവം. ബാക്കിയൊന്ന് പറയാമോ? ഈ ചെറിയ തിന്മ തന്നാൽ അതും കൂടെ സഹിച്ചുകൂടെ? ആ ഭീകരമായ ഭീവത്സമായ ആ പടുകൂറ്റൻ കയ്പിനെ, കഷ്ടതയെ ഇയ്യോബ് വിശേഷിപ്പിച്ചത് ചെറിയ തിന്മ. സഹിഷ്ണുതയ്ക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവനെ ഓർത്തു. സഹിഷ്ണുതയ്ക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവനെ മറന്നില്ല. ഭാര്യ മറന്നു, കൂടപ്പിറപ്പുകൾ മറന്നു, സ്നേഹിതർ മറന്നു. പക്ഷെ സഹിഷ്ണുതയ്ക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ദൈവം അവനെ മറന്നില്ല. ദൈവം അവനെ ഓർത്തു. അവന്റെ കയ്പുകളെല്ലാം ദൈവം മധുരമാക്കി കൊടുത്തു. അവന്റെ നഷ്ടങ്ങളെല്ലാം ദൈവം ലാഭമാക്കി കൊടുത്തു. അവന്റെ താഴ്വരകളെല്ലാം ദൈവം സമൃദ്ധിയുടെ മേടാക്കി കൊടുത്തു. അവന്റെ തകർച്ചകളെല്ലാം ദൈവം ഉയർച്ചയാക്കി. അതുകൊണ്ട് സഹിഷ്ണുതയിൽ നമുക്ക് എന്തുള്ളവരായിരിക്കാം? ആരോഗ്യമുള്ളവരായിരിക്കാൻ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞങ്ങൾ അല്പനിമിഷം തിമോഥെയോസിന്റെ ലേഖനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കണം. എന്നോട് ചേർന്ന് നിങ്ങൾ വായിക്കണം. ഒരുമിച്ച് വായിച്ചിട്ട് നമുക്ക് ആ വാക്യത്തിൽ നിന്നും ധ്യാനിക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, അവർ പഥ്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കൽപ്പിപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. അടുത്ത ചേർന്നെല്ലാവരും ശബ്ദമുയർത്തി ഒന്ന് വായിക്കണേ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈ വചനത്തിനായി ഒരു ഹല്ലേലൂയ പറയാം. കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. കണ്ണുകളൊന്ന് അടച്ച് ഒരു വാക്കി വചനത്തിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, എന്നോട് സംസാരിക്കണമെന്ന് ഒരുമിച്ച് പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവാ വഴി കാട്ടി എന്നെ സാധാ നടത്തി കൊണ്ടുപോകും
ത്തിൽ കൂടെ സാവധാനത്തിൽ ചേർന്ന് പാടാം. ആത്മാവ വഴി കാട്ടി എന്നെ സാധാരണത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്ന ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ. എല്ലാവരും ചേർന്ന് പാടിക്കേ, ആ വരി എല്ലാവരും ചേർന്ന് പാടിക്കേ. ശുദ്ധാത്മാവിൻ, ഓ ശുദ്ധാത്മാവിൻ പ്രഭ, ശബ്ദമുയരട്ടെ, ഞാനൊളിക്കും. ഉള്ളറിഞ്ഞൊന്ന് പാടിക്കേ. ശത്രുശല്യം ഒന്നു, കരങ്ങളൊന്ന് ഉയർത്തി അവരെന്നോട് പാടിക്കേ. ശുദ്ധാത്മാവിൻ പ്രഭയിൽ, ഓ ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ. ശുദ്ധാത്മാവിന്റെ പ്രഭയിൽ ഞാൻ ഒളിക്കുന്ന നേരത്ത് ഒരു ശത്രുവിന്റെ ശല്യവും എനിക്ക് പേടിക്കാനില്ല. നിന്നെ പേടിപ്പിക്കുവാൻ ഇടത്ത് 1000 വരും, നിന്നെ പേടിപ്പിക്കുവാൻ നിന്റെ വലത്ത് 10,000 വരും, നിന്നെ പേടിപ്പിക്കാൻ പകലിന്റെ അസ്ത്രങ്ങൾ വരും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം വരും, ഇരുട്ടിന്റെ മഹാമാരി വരും. പക്ഷെ ശുദ്ധാത്മാവിന്റെ പ്രപഞ്ചകത്ത് നീ ഒളിഞ്ഞിരുന്നാൽ ഒന്നിനെയും നിനക്ക് പേടിക്കാനില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ പ്രപഞ്ചകത്ത് ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ബോധ്യമുള്ള ദൈവമക്കളെന്ന് സ്തോത്രം ചെയ്തേ. കരിമ്പനക്കെട്ടുകൾ കൊണ്ട് നിറയപ്പെട്ട, കരിമ്പാറ കൂട്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, വിഷസർപ്പങ്ങളുടെ ശീൽക്കാര ശബ്ദമുള്ള മനുഷ്യന്റെ പച്ചമാംസത്തിന്റെ മണമടിച്ചാൽ അവനെ കൊത്തി തീർക്കുന്ന നരഭോജികളായ മനുഷ്യ കഴികന്മാർ ചിറകടിച്ചു പറക്കുന്ന പത്മോസിൽ ക്രിസ്തു സേവ നിമിത്തം അന്നത്തെ ചക്രവർത്തി യോഹനാനെ നാടുകടത്തി. പക്ഷെ പത്മോസിന്റെ ഒരു ഭീകരതയും യോഹനാനെ തളർത്തിയില്ല. കാരണം എന്നാ? കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. തമിഴിൽ അതിന്റെ പരിഭാഷ കർത്തൃ ദിവസത്തിൽ യോഹനാൻ ആവിക്കുള്ളിലായെന്ന്, ആത്മാവിന്റെ ഉള്ളിലായെന്ന്. വെള്ളം നിറച്ച് പാത്രത്തിൽ അടയ്ക്കുന്നത് പോലെ, വസ്ത്രം തേച്ച് അലമാരിയിൽ വെച്ച് അടയ്ക്കുന്നത് പോലെ, ആവരണം ലോക്കറിൽ വെച്ച് പൂട്ടുന്നത് പോലെ ഭീതിജനകമായ പത്മോസിൽ യോഹനാൻ ആത്മാവിന്റെ ഉള്ളിലായി. ഈ യോഗത്തിന്റെ 2ാമത്തെ രാത്രി ഞാൻ ആത്മാവിന്റെ ഉള്ളിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, ഞാൻ ശുദ്ധാത്മാവിന്റെ പ്രഭയ്ക്കകത്താണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കൈകളൊന്ന് അടിച്ച് ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്
എല്ലാ കുഞ്ഞുമക്കളും, എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും, എല്ലാ യൗവനക്കാരും, എല്ലാ സഹോദരന്മാരും കരങ്ങൾ അടിച്ച് ആത്മാവിന്റെ പ്രവചകത്താക്. ആത്മാവിൻ നിന്റെ ഉള്ളിൽ എന്നല്ല, നീ ഇന്ന് രാത്രി ആത്മാവിന്റെ ഉള്ളിലാകട്ടെ. നിന്റെ തലമുറയ്ക്കെതിരെ വാദിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളുണ്ട്, നിന്റെ ശുശ്രൂഷക്കെതിരെ വാദിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളുണ്ട്, നിന്റെ ആയുസിനെതിരെ വാദിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളുണ്ട്, നിന്റെ ഭാവിക്കെതിരെ വാദിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളുണ്ട്, നിന്റെ നന്മയ്ക്കെതിരെ വാദിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളുണ്ട്. ഈ മരുഭൂമിയിൽ നിന്റെ പേരില്ലാതാക്കും, ഈ മരുഭൂമിയിൽ നിന്നെ മുച്ചൂടും മുടിച്ചു കളയും, ഇവിടെ നിന്റെ പേര് തന്നെ തുടച്ചു മാറ്റുമെന്ന് വാദിക്കുന്ന പേരുകളുണ്ട്. ആ പേരുകൾ തകരണമെങ്കിൽ ഇന്ന് രാത്രി നീ ആത്മാവിന്റെ ഉള്ളിലാണ്, കരിപ്പന കൂട്ടങ്ങൾ നിന്നെ പേടിക്കയില്ല. മനുഷ്യ കടികന്മാരുടെ ചിറകടി ശബ്ദം നിന്നെ ഭയപ്പെടുത്തില്ല. ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങളുടെ ഭീകരമായ ദൃശ്യം നിന്നെ ഭയപ്പെടുത്തില്ല. ഒരു രമീശന്റെ വിളംബരങ്ങളും കൽപ്പനകളും നിന്നെ തൊടുകയില്ല. നീ ആത്മാവിന്റെ ഉള്ളിലാണ്. കൈ നന്നായി ഒന്ന് അടിച്ച് അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ നീ അറിയാതെ നിന്നെ ആത്മാവിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി ദൈവമാക്കും. നിന്നെ ആത്മാവിന്റെ ഉള്ളിൽ ദൈവമാക്കും. നീ ആത്മാവിന്റെ ഉള്ളിലായാൽ നിന്റെ പരിഭവങ്ങൾ മാറും, നിന്റെ പരാതികൾ മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ ആകുലതകൾ മാറും, നിന്റെ വ്യാകുലതകൾ മാറും, നിന്റെ നൊമ്പരങ്ങൾ മാറും, നിന്റെ അവിശ്വാസങ്ങൾ മാറും, നിന്റെ ക്ഷീണം മാറും, നിന്റെ തകർച്ച മാറും. ആത്മാവിന്റെ ഉള്ളിലാണ്. ആത്മസാന്നിധ്യത്തെ രണ്ടാമത്തെ രാത്രി ചിലകടിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിക്കാനുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ, പുതിയ ഭാഷാവരങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ, പുതിയ വെളിപ്പാട് ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്കാതെ, ഒരുപടി ആത്മാവിൽ മുന്നേറുവാൻ കൊതിയുള്ളവർ ഏൽപ്പിച്ചു കൊടുക്കാതെ, പരിശുദ്ധമായ ഇന്ന് രാത്രിയില് നമുക്ക് വേണ്ടി ചെറുത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധാത്മാവിന്റെ പ്രമുഖത്തെ നമ്മൾ വിളിക്കുമ്പോൾ ശത്രുശല്യമൊന്നും നമുക്ക് പേടിപ്പാനില്ല. പിതാവേ, സകല കുടുംബത്തിനും വേർപിരിവാൻ കാരണക്കാരനായ അങ്ങയുടെ മുമ്പിൽ വാത്സല്യ മക്കൾക്കായി മുട്ടുകുത്തുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ നടുവിൽ വാസ്തവമായിട്ടുണ്ടല്ലോ. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാൻ കൽപ്പിച്ച കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളാകുന്ന മന്ദിരങ്ങളുടെ നടുവിൽ അങ്ങ് പരിവാര സമുന്നതനായി ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ഒന്ന് തഴുകണമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ഒന്ന് തലോടണമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിലെ ആശങ്കകളെ പറിച്ചു കളയണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വായിച്ച വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ധന്യനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഈ രാത്രിയിലെ ധ്യാനത്തിനായിട്ട്, ചിന്തകൾക്കായിട്ട്, പഠനത്തിനായിട്ട് വായിച്ചത്. നീണ്ട മണിക്കൂറുകൾ വിശകലനം ചെയ്യാൻ പര്യാപ്തമായ ചിന്തകളും ധ്യാനങ്ങളും പ്രബോധനങ്ങളും ഒക്കെയാണ് ആത്മാവീയ വേദഭാഗങ്ങൾക്കകത്ത് ഉल्ലേഖനം ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ചുരുക്കി പറഞ്ഞ് ഈ രാത്രി അവസാനിപ്പിക്കുവാനാണ് ഞാൻ ബന്ധപ്പെടുന്നത്. തിമോഥെയോസിന്റെ ലേഖനം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. വിശേഷിച്ച് ലേഖനങ്ങൾ വായിക്കണം. ലേഖനങ്ങൾ എഴുതപ്പെട്ടത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി ലേഖനങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. യേശുവിൻ്റെ ഹൃദയം തകർന്ന് ഒഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും മാത്രമല്ല, ലേഖനങ്ങളുടെ കൃത്യമായ പഥ്യോപദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ വേദപുസ്തക ധ്യാനങ്ങളിൽ ലേഖനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് ജയകരമായ ഒരു ആത്മീയ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാണ്. അവിടെ ലേഖനങ്ങൾ വായിക്കണം.
എങ്കിലേ നമ്മുടെ ആത്മീയ ശിശുത്വം മാറത്തുള്ളൂ, ഒരാത്മീയ പുരുഷത്വത്തിലേക്ക് നാം വരുത്തുള്ളൂ. നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിന്റെ വരവിന് നമ്മെ ഒരുക്കുന്ന ഒരുപാട് പ്രബോധനങ്ങളും ആശയങ്ങളും ദൈവാത്മാവ് നിറച്ചു വെച്ചിരിക്കുന്ന എത്ര മനോഹരമായ ഒരു ലേഖനമാണെന്നറിയാമോ തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം. പൗലോസ് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് എഴുതിയത്. പക്ഷേ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമാണ് തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം. പൗലോസിന്റെ ലേഖന പരമ്പരയിലെ സമാപന ലേഖനമാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനമെന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം, മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്തൊരു പ്രധാന വിഷയം തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അത് തന്റെ സമ്പത്തിനെ കുറിച്ചോ താൻ നേടിയ ബിരുദങ്ങളുടെ കോപാരത്തെ കുറിച്ചോ ഒന്നുമല്ല, അത് തന്റെ മരണത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ കുറിച്ചാണ്. മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ തന്റെ മരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്റെ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വ്യാഖ്യാതാക്കൾ തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തെ പരിഗണിക്കുന്നത്. ഈ ലേഖനം പൗലോസ് എഴുതാനുണ്ടായ സാഹചര്യം, ഈ ലേഖനത്തിന്റെ ലക്ഷ്യങ്ങൾ, ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമൊക്കെ വിശദീകരിക്കണമെന്ന് താല്പര്യം എനിക്കുണ്ടെങ്കിലും ഞാൻ അതിന് തയ്യാറായാൽ ഈ ലേഖനത്തിന്റെ പശ്ചാത്തല ഭാഗത്തെ നിൽക്കാൻ പറ്റത്തുള്ളൂ. വായിച്ച വാക്യത്തോട് എനിക്ക് ഒരു നിമിഷം പോലും കൂറ് പുലർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വായിച്ച വാക്യം അങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചരിത്ര പശ്ചാത്തലങ്ങൾ തൽക്കാലം വിട്ടു ചുരുക്കുകയാണ്. എങ്കിലും പൗലോസ് തിമോഥെയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ തന്റെ ലക്ഷ്യം എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായ തിമോഥെയോസിന് അവസാനമായി നൽകുവാനുള്ള പ്രബോധനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുക എന്ന പരമപ്രധാനമായ ലക്ഷ്യമാണ് ഈ ലേഖനത്തിലൂടെ പൗലോസിന് ഉള്ളത്. അത്രയും പറഞ്ഞതിന്റെ ആമുഖ ഭാഗം ഞാൻ ചുരുക്കുകയാണ്. ഇതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ 8 വചനത്തെ 2 ഭാഗമായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് 2-ാമത്തെ ഭാഗത്ത് നിന്ന് ഒരു പദമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ 8 വാക്യം 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്താൽ 1 മുതൽ 5 വരെയുള്ള വാക്യം ഒരു ഭാഗം, 6 മുതൽ 8 വരെയുള്ള വാക്യം മറ്റൊരു ഭാഗം. 4-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം ശാന്തമായിട്ടൊന്ന് അപഗ്രഥിച്ചാൽ, ധ്യാനിച്ചാൽ എന്താണത്? പൗലോസ് തന്റെ മകനായ തിമോഥെയോസിന്റെ ജയകരമായ ആത്മീയ ജീവിതത്തിന്റെ, ജയകരമായ ശുശ്രൂഷാ ജീവിതത്തിന്, അതിന്റെ മുന്നേറ്റത്തിന് നൽകി കൊടുക്കുന്ന ശ്രദ്ധേയമായ പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, വിശേഷാലുള്ള കൽപ്പനകളാണ് 4-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പൗലോസ് തന്റെ മരണത്തെക്കുറിച്ച് തന്റെ മകനായ തിമോഥെയോസിനോട് പറയുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ആവർത്തിക്കുന്ന 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിന്റെ മരണത്തിന്റെ ഏതാനും നിമിഷങ്ങൾക്കപ്പുറം തന്റെ ഏറ്റവും വാത്സല്യ മകനായ തിമോഥെയോസിന്റെ ജയകരമായ ആത്മീയ ജീവിതത്തിന്റെ, ശുശ്രൂഷാ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് നൽകുന്ന ഗൗരവമേറിയ പ്രബോധനങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളുമാണ്. അതാണ് നമ്മൾ വായിച്ചത്. ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, മോനെ വചനം പ്രസംഗിക്കുക, മോനെ അതിനായി നീ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, മകനെ സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടും കൂടെ ശാസിക്കുക, മകനെ തർജ്ജനം ചെയ്യുക, മകനെ പ്രബോധിപ്പിക്കുക. അടുത്തത് മകനോട് അപ്പൻ നൽകുന്നത് ഒരു പ്രവചനമാണ്. അവർ പഥ്യോപദേശം മുറുക്കാതെ കർണരസമാകുമാറുള്ള സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. അന്ന് അപ്പൻ മകനോട് പ്രവചിച്ചെങ്കിൽ ഇന്ന് ആത്മീയ ഗോളം പോകുന്നത് ആ ദുരന്ത കാലത്തിലൂടെയാണ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് നീയോ സകലത്തിലും ആരായിരിക്കണം? നിർമ്മതനായിരിക്കണം, കഷ്ടം സഹിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം, നിന്റെ ശുശ്രൂഷ എങ്ങനെ നിർവഹിക്കണം? നിറപടിയായി നിവർത്തിക്കണം.
ഇത്രയും പറഞ്ഞിട്ട് പിന്നെ പൗലോസ് തന്നിലേക്ക് തിരിഞ്ഞ് തന്റെ മരണത്തെക്കുറിച്ചാണ് മകനോട് പറയുന്നത്. മോനെ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലം അടുത്തു. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസ് തന്റെ മരണത്തെ വിശേഷിപ്പിക്കുന്ന സുന്ദര പ്രയോഗങ്ങൾ: ഒന്ന് പാനീയയാഗം, മറ്റൊന്ന് നിര്യാണ കാലം. ഉറക്കെന്ന് പറയും. ഞാൻ തന്നെ പറയാം, ഏതായാലും ഞാൻ തന്നെയല്ലേ വാദ്യം പ്രതി. പൗലോസ് തന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞ രണ്ട് പ്രയോഗം: ഒന്ന് പാനീയയാഗം, മറ്റൊന്ന് സ്വന്തം മരണത്തെ പാനീയയാഗമെന്ന് വിശേഷിപ്പിച്ച, സ്വന്തം മരണത്തെ നിര്യാണ കാലമെന്ന് വിശേഷിപ്പിച്ച മഹാനായ ഒരു മനുഷ്യനാണ് പൗലോസ്. പാനീയയാഗത്തിന്റെ വിശദീകരണത്തിലേക്ക്, നിര്യാണ കാലത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലം അടുത്തു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് അടുത്തതൊരു ഉറപ്പാ: നീതിയുടെ കിരീടം എനിക്കായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചമച്ചു തരുമെന്നല്ല, ഉണ്ടാക്കി തരുമെന്നല്ല, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നല്ല നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കരങ്ങൾ ഉയർത്തി വെച്ചതിന് ഹല്ലേലൂയ പറഞ്ഞേ. ഈ വാക്യം എത്ര തവണ വായിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വാക്യം എവിടെല്ലാം പ്രസംഗിച്ചെന്ന് എനിക്ക് നിശ്ചയമില്ല. ഒരുപക്ഷെ എന്റെ വേദപുസ്തക ധ്യാനത്തിൽ ഞാൻ ഏറ്റവും അധികം വായിച്ച വാക്യമായിരിക്കാം അത്. എന്റെ പ്രഭാഷണ വേദികളിൽ ഒരു സമയത്ത് ഏറ്റവും അധികം കൈകാര്യം ചെയ്ത വചനമായിരിക്കാം അത്. 100 തവണ ഈ വേദഭാഗം ആവർത്തിച്ച് പുനരാവർത്തിച്ച് 6 വാക്യം വായിച്ചപ്പോൾ ഈ വാക്യത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് യുദ്ധത്തിൽ പരാജയപ്പെട്ടൊരു പടയാളിയുടെ ദീനരോധനമല്ല, മറിച്ച് യുദ്ധത്തിൽ ജയം പ്രാപിച്ചൊരു പടയാളികളെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവനായി, ഒരു പട്ടണത്തിന് തീ വെച്ചു നശിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തിയവനായി, മറ്റൊരു മാർഗത്തെ പ്രചരിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തപ്പെട്ടവനായി, തടവറയിൽ താൻ കിടക്കുമ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി: ഞാൻ തടവറയിൽ വന്നത് ജീവനോടെയാ, ഇനി തടവറ വിട്ടിറങ്ങുന്ന ജീവനോടെയല്ല, 2 കഷണായിട്ടായിരിക്കും. തടവരയിൽ കിടക്കുമ്പോൾ പുറത്ത് നീറോയുടെ കണ്ണിൽ ചോരയില്ലാത്ത പടയാളികൾ ഈർച്ചവർ രാഗി കൂട്ടുന്ന ശിൽക്കാര ശബ്ദം തടവറയിൽ കിടക്കുന്ന പൗലോസിന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഏതാനും നിമിഷം കഴിയുമ്പോൾ ഭക്തന്റെ ഗളച്ഛേദം നടത്താൻ അപ്പുറത്ത് നീറോയുടെ പടയാളികൾ ആഞ്ഞ് രാഗി കൂട്ടുന്ന വാളിന്റെ ശിൽക്കാര ശബ്ദം മരണത്തിന്റെ മണികളായി കാലിൽ തട്ടി മുഴങ്ങുമ്പോൾ ഏതാനും സെക്കൻഡുകൾക്കകത്ത് പൗലോസിനെ കടിച്ചു കീറാൻ നാളികേര പൂള് പോലെയുള്ള പല്ലുകൾ കാട്ടി വായി തുറന്നു നിൽക്കുന്ന ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നോക്കിയിട്ട് ആ മരണത്തിന്റെ മുമ്പിൽ അരകൂടെ ഏർപ്പടിയാതെ, കാൽകൊട്ടാടി പോകാതെ, ഉറക്ക ഭയന്ന് വിളിക്കാതെ ആ മരണത്തെ നോക്കി പറയുകയാണ്: നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ലെന്ന്, നിനക്കെന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ഈ തലമുറയിലേക്ക് വന്നിട്ട്. മരണത്തെ നോക്കി അദ്ദേഹം പറയുക: ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, പിന്നെ വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതികളുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പൊ മരണസമയത്ത് പൗലോസ് മരണത്തെ നോക്കി പറഞ്ഞ 3 കാര്യമാണ് ഇനിയോട് അല്പനിമിഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരും മരിക്കാൻ നേരത്ത് പറഞ്ഞിട്ടില്ലാത്ത, ഇനി തൊട്ടാരും പറയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത 3 കാര്യമാണ് മരണസമയത്ത് പൗലോസ് പറഞ്ഞത്. 1, നല്ല പോർ പൊരുതി. 2, ഓട്ടം തികച്ചു. 3, വിശ്വാസം. എന്ന് പറഞ്ഞേ. വിശ്വാസം. എന്ത് സുന്ദരമായ പ്രഖ്യാപനമായില്ലേ? നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മനുഷ്യൻ മരിക്കാൻ നേരത്ത് എന്തൊക്കെയാ പറയുന്നില്ലേ? ഇത് പൗലോസിന്റെ അന്ത്യമൊഴികളാണ്.
മരണത്തിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ശ്രദ്ധേയമായ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ്. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച, സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ അകത്ത് നിത്യതയുടെ പുത്തൻ പുലരി വിടർത്തുന്ന സുന്ദരമായ 3 പ്രഖ്യാപനമാണ് 2000 വർഷങ്ങൾക്ക് പുറത്ത് തടവറയിൽ കിടന്ന് മരണത്തെ നോക്കി ഒരു വിശുദ്ധൻ പറഞ്ഞത്. നല്ല പോർ പൊരുതി, ഓട്ടം മികച്ചു, വിശ്വാസം കാത്തു. മനുഷ്യൻ മരിക്കാൻ നേരത്ത് എന്തൊക്കെയാ പറയുന്നില്ലേ? നമ്മളിതുവരെ മരിച്ചില്ല, അതുകൊണ്ട് എന്തൊക്കെ പറയുമെന്ന് നമുക്ക് നിശ്ചയമില്ല. ജന്മദിവസം ശപിച്ചു മരിച്ചവരുണ്ട്. അടുത്ത് നിൽക്കുന്നവന്റെ കണ്ണ് പൊട്ടുന്ന അസഭ്യം പറഞ്ഞു മരിച്ചവരുണ്ട്. നമുക്ക് പ്രചരിപ്പിക്കുവാൻ പറ്റാത്ത നിലയിൽ ഘോരമായ അന്ത്യം സംഭവിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു സഹോദരിയുടെ മരണം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ശാന്തമായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര ബലവാനാണ് മരണം. വരവ് ശാന്തമാണ്, പക്ഷേ അതികായകനാണ് മരണം. പേടിക്കണ്ട, അതിനെ ജയിച്ചൊരു ജയവീരനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ അടുത്തൊരു സഹോദരി ക്യാൻസർ ബാധിതയായിട്ട് കിടക്കയിലായി. ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ അവളുടെ രോഗം വല്ലാതെ മൂർധന്യ അവസ്ഥയിലായി. 2 പേരെന്നെ വിളിക്കാൻ വന്നു. ഞാനും എൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹവും പാസ്റ്ററാണ്. പാസ്റ്ററേ, ഇന്ന സഹോദരിക്ക് രോഗം കൂടുതലാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ രാത്രി 12 മണിക്ക് കുറച്ച് താഴെയാണ് നടന്നവരുടെ വീട്ടിൽ ചെന്നു. ഉറക്കം പറ്റാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 5ഉം 6ഉം വയസ്സ്, 2 പെൺകുഞ്ഞുങ്ങൾ അമ്മയുടെ കിടക്കയുടെ തലങ്കിലിരിക്കുകയാണ്. സ്നേഹിച്ച് കൊതി തീരാത്ത ഭർത്താവ് അവിടെ ഉള്ളങ്കാലെ തിരുമ്മി ചൂടാക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ തലയ്ക്കൽ നിന്നും എഴുന്നേറ്റ് അമ്മയുടെ കാൽക്കൽ പോയി നിന്നു. ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ഞങ്ങളെ കണ്ട് എന്തൊക്കെയോ സഹോദരിക്ക് എന്നോട് പറയണമെന്നുണ്ട്, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഞാൻ കണ്ട കാഴ്ച, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പറക്കമുറ്റാത്ത തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെ കുറെ നേരം നോക്കി. എന്തൊക്കെയോ ആ കുഞ്ഞുങ്ങളോട് പറയണമെന്ന സഹോദരിക്ക് താല്പര്യമുണ്ട്, പക്ഷേ വായിൽ നിന്നും വാക്കുകൾ വരുന്നില്ല. പറയാനുള്ള വാക്കുകൾ കണ്ണുനീരായി കവിൾത്തടങ്ങളോട് ഉരുണ്ടു. ആ കുഞ്ഞുങ്ങളെ ദയനീയമായി നിറകണ്ണുകളോട് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സമയം പ്രാണൻ തന്നെ വിട്ടുപോയി. അങ്ങനെ ഒരു മരണം ആദ്യമായി ഞാൻ കണ്ടു. മരണസമയത്ത് മക്കളെ കുറിച്ച് മക്കളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ആ വാക്ക് കണ്ണുനീരായി പുറത്തു വന്നു. എന്റെ ഒരു സ്നേഹിതൻ മറ്റൊരു മാതാവിന്റെ മരണം കണ്ടു. എന്നോട് പറഞ്ഞു, ഘോരമായിരുന്നു അത്. പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന വല്യമ്മയുടെ 2 കാലും 1 കൈയും തളർന്നു പോയി. 1 കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ. കിടക്കയിലാണ്. കാണാൻ വരുന്നവരൊക്കെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ചുരുട്ടി കൈ കൊടുക്കും. ആരുടെയും കൊടുക്കത്തില്ല. ആ നോട്ട് മെത്തക്കടിയിലോട്ട് തിരികെ വെക്കും. ഹോം നേഴ്സ് വരും, ബെഡ്ഷീറ്റെ തൊട്ടോണം, മെത്തെ തൊടിക്കുകയില്ല. അടി പൈസ ഇരിക്കുകയല്ലേ. പെട്ടെന്ന് മരണവെപ്രാളം പുലുകി മരിക്കാൻ തുടങ്ങുക. മരണവെപ്രാളം പുലുകിയപ്പോൾ ഈ മാതാവ് വെപ്രാളത്തോടെ മെത്തക്കടിയിലേക്ക് ആകുന്ന കൈ ഇടിച്ചു കയറ്റിയിട്ട് കൈ വലിച്ചെടുത്തപ്പോൾ കിട്ടി കുറച്ച് 500-ന്റെ നോട്ടുകൾ. മരുമോളെയോ മോനെയോ വിളിച്ച് കൊച്ചിനെയോ വിളിച്ച പൈസ കൊടുത്തില്ല. വലിച്ചെടുത്ത 500-ന്റെ നോട്ടുകൾ ചുരുട്ടി വായിലോട്ട് വെട്ടി ചവച്ച് വിഴുങ്ങാൻ തുടങ്ങിയപ്പോ പ്രാണം പോയി. കണ്ടോ? പുള്ളിക്കാരി അറിഞ്ഞില്ല ബഹുമാനപ്പെട്ട മോദി ആ നോട്ട് നിരോധിച്ചെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പോയാലും. അപ്പൊ അങ്ങനെ മരിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ആദ്യ ഫലമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ആദ്യം പെന്തിക്കോസ്ത് സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കുടുംബം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് പോരുമ്പോൾ ആ കുടുംബത്തിലെ മകളെ കണ്ടു. അല്ല, ഒരു വീടിന്റെ കയറി താമസത്തിന് അഭിപ്രായമായി. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ആദ്യ ഫലം
അദ്ദേഹം വിശുദ്ധ ആരാധനയിൽ ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ ചേർന്ന് പാട്ടുപാടി സങ്കീർത്തന പ്രബോധനത്തിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും മുട്ടുമടക്കിയപ്പോൾ സമകാംഗെ 3 വട്ടം വിളി കേട്ടിട്ട് സമകാംഗെ ഉറക്കെ പറഞ്ഞു, എന്നെ വിളിക്കുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞാണ് മുൻപോട്ട് വീണ് പ്രാണനെ തൃക്കരത്തിൽ ഏൽപ്പിച്ചത്. മനസ്സിലായോ? അങ്ങനെ പ്രത്യാശയോടെ മരിക്കുന്നവരുണ്ട്. പക്ഷേ പൗലോസിന്റെ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ആരും പറയാത്ത വാക്കാണ്, വ്യത്യസ്തമായ വാക്കാണ്. 1, ഞാൻ നല്ല പോർ പൊരുതി. 2, ഓട്ടം തികച്ചു. 3, വിശ്വാസം കാത്തു. അത് 3 വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് 3ാമത്തെ കാര്യം പറയാം, വിശ്വാസം കാത്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പൊ നമുക്കൊരു സബ്ജക്റ്റ് അങ്ങ് ഇടാം അതിന്. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന ദൂത് മറന്നു പോകരുത്, വിശ്വാസം കാക്കുന്നവരായിരിക്കുക. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. അല്പനിമിഷം നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന ദൂത് മറന്നു പോകരുത്, വിശ്വാസം കാക്കുന്നവരായിരിക്കുക. ലോകവ്യാപകമായി വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ മീഡിയയിലൂടെയൊക്കെ ഇവിടെ സംഭവിക്കുന്ന വിശ്വാസത്യാഗങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാലത്ത് വിശ്വാസത്തിന് വേണ്ടി നിന്നവർ, വിശ്വാസത്തിന് വേണ്ടി അടരാടിയവര്, വിശ്വാസത്തെ പ്രചരിപ്പിച്ചവര്, വിശ്വാസത്തെ പഠിപ്പിച്ചവര്, വിശ്വാസത്തെ കുറിച്ച് അവൻ പാടിയവര്, എന്തിനേറെ ഒരു കാലത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ വിശ്വാസം വിട്ട് വിശ്വാസത്യാഗികളായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടങ്ങളിൽ എത്ര ദൈവമക്കൾ എന്ന് രാത്രി പറയാൻ കഴിയും, ഞാൻ എന്റെ വിശ്വാസം കാത്തു എന്ന്? ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അന്ന് മുതൽ ഈ രാത്രിയുടെ ഈ നിമിഷം വരെ ഒരിക്കലായി വരവേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ഞാൻ കാത്തുവെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കരം തട്ടി ആത്മാവേദന വിലപ്പെട്ടവേ, ഉന്നതന്മാർ വീണുപോയ പോർക്കളത്തില്, ശക്തന്മാർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ പോർക്കളത്തില് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ അവങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ഞാൻ കാത്തുവെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ആ കരമടിച്ച് ആത്മാവിനെ വിലപ്പെട്ടേ ശക്തിയോടെ വിശ്വാസം കാക്കുന്നവരായിരിക്കുക, വിശ്വാസം സംരക്ഷിക്കുന്നവരായിരിക്കുക. ചെടി പറിച്ചു കളയുന്നത് പോലെ, ദോഷം പറിച്ചിടുന്നത് പോലെ, ഒരു വൃക്ഷത്തെ കടപുഴകി നിലത്തിടുന്ന പോലെ നമ്മുടെ വിശ്വാസത്തെ പറിച്ചു കളയാൻ, വിശ്വാസത്തെ ചോർത്തിക്കളയാൻ അണിയറയിൽ പ്രതിയോഗിയായവൻ 1000-ന് മൂർച്ച കൂട്ടുമ്പോൾ ഇന്ന് രാത്രി സഭയെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് വിശ്വാസം കാക്കുന്നവരായിരിക്കുക. ആമേൻ. എന്താണ് വിശ്വാസം? നിങ്ങൾ വിശ്വാസ സംബന്ധമായ വിഷയത്തിൽ പ്രബുദ്ധരാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ് വിശ്വാസ സംബന്ധമായ വിഷയത്തിൽ. അപ്പൊ ഞാൻ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കുന്നതിന് പോഷത്വമാണ്. കാര്യം നിങ്ങൾ അറിവുള്ളവരാണ് ആ വിഷയത്തില്. അപ്പൊ എന്താണ് വിശ്വാസം? വേദപുസ്തകത്തിന്റെ തങ്കത്താൾ ഉടനീളം വിശാലമായി പടർന്നു കിടക്കുന്ന ഒരു വമ്പൻ ഭീഷണഗതിയാണ് വിശ്വാസം. വിശ്വാസം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ തിരുവഴുത്തിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ നമ്മുടെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുന്ന എത്ര സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന എത്രയോ പ്രബോധനങ്ങൾ, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന എത്രയോ ഉപമകൾ വേദപുസ്തകത്തിന്റെ തങ്കത്താളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ വായിച്ചിട്ടില്ലേ? വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായെ അടച്ചു, വിശ്വാസത്താൽ അവർ അഗ്നിയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ത്തലയിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു. എങ്ങനെ? വിശ്വാസത്താൽ. എന്തൊരു വചനമാണതില്ലേ? നമുക്ക് മുമ്പ് വിശ്വാസ ജീവിതം നയിച്ച വിശുദ്ധന്മാരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചെന്നൊരു സ്വോത്രം പറഞ്ഞാമേ. എങ്ങനെയാണ് സിംഹത്തിന്റെ വായ അടച്ചത്? ഉറക്കെ പറഞ്ഞേ, വിശ്വാസത്താൽ. ഏതാണ് ഈ സിംഹം? അക്ഷരികമായ സിംഹമല്ല കേട്ടോ. അക്ഷരികമായ സിംഹത്തെ കുറിച്ച് പറഞ്ഞാൽ എത്ര കരുത്തനാണ് സിംഹമില്ലേ, എത്ര ബലവാനാണ് സിംഹം. അവന്റെ നഖവും പല്ലുമൊക്കെ കാരിരുമ്പിന്റെ കരുത്ത, അവന്റെ കാലുകരങ്ങൾ ഉരുക്കുപോലെയാ. കാരിരുമ്പിന്റെ കരുത്തുള്ള നഖങ്ങളുള്ള ഉരുക്കിന്റെ ബലമുള്ള കൈ നിവർത്തി
ഒരു കാട്ടാനയുടെ മസ്തിഷ്കത്തിൽ അടിച്ചാൽ പാറ പൊളിയുന്ന പോലെ പൊളിയും മസ്തിഷ്കം. അവനൊന്ന് ഗർജിച്ചാൽ കാട് നടങ്ങും, മലനിരകൾ പ്രകമ്പനം കൊള്ളും, മൃഗങ്ങൾ വിറച്ചോടും. കരയിലെ ഏറ്റവും വലിയ മൃഗമാകുന്ന ആന പോലും, ഏറ്റവും കരുത്തുള്ള കാട്ടുപോത്ത് പോലും സിംഹത്തിന്റെ നേരെ വരികയില്ല. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ രാജാവെന്നവനെ വിശേഷിപ്പിക്കുന്നത്. അത്ര കരുത്തരാണ് സിംഹം. എന്റെ പ്രിയരേ, വിശ്വാസത്താൽ നമ്മുടെ പൂർവികന്മാർ സിംഹത്തിന്റെ വായടച്ചെന്ന് അക്ഷരികമായി ഞാൻ വിശദീകരിച്ച ഈ സിംഹത്തേക്കാൾ കരുത്തേറിയ പോരാട്ടമാണ് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ചത്. അവരെ കടിച്ചു കീറാൻ പാഞ്ഞു വന്ന സിംഹശക്തികളെ അതിനെ തകർത്തത് വിശ്വാസത്താലാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മെ തകർക്കാൻ വരുന്ന പോരാട്ടങ്ങളെ ജയിക്കാൻ നമ്മുടെ അകത്ത് ദൈവം പകർന്ന വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അല്പനിമിഷം ആത്മാവിരുന്ന് ബലപ്പെട്ടാതെ നിന്നെ കടിച്ചു കീറുക, നിന്റെ തലമുറയെ കടിച്ചു കീറുക, നിന്റെ വാഗ്ദത്തത്തെ കടിച്ചു കീറുക, നിന്റെ നിയോഗത്തെ കടിച്ചു കീറുക, നിന്റെ നിയമനത്തെ കടിച്ചു കീറുക, നിന്റെ നിലവാരത്തെ കടിച്ചു കീറുക, നിന്റെ അഭിഷേകത്തെ കടിച്ചു കീറുക, നിന്റെ വിളിയെ കടിച്ചു കീറുക, നിന്റെ തിരഞ്ഞെടുപ്പിനെ കടിച്ചു കീറുക. സിംഹത്തെ പോലെ വായി തുറന്നു നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ വായെ അടപ്പിക്കുക. നിന്റെ അകത്ത് ദൈവം പകർന്ന വിശ്വാസത്തിന് ഇന്ന് രാത്രി കരുത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അകത്തുണ്ടെങ്കിൽ കൈകൾ അടിച്ച് ആത്മാവിനെ ബലപ്പെട്ട് ശക്തിയോടെ 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 ഉത്തര മനഗജന ഹതഗജന പ്രൗഢമാരികൾ ഖനാദിയ. എല്ലാ പ്രിയപ്പെട്ടവരും ശക്തമായി ശക്തമായി, കുഞ്ഞുങ്ങൾ എല്ലാവരും ശക്തമായി കരമടിച്ച് ആത്മാവിൽ കരമടിച്ച് ആത്മാവിൽ കരമടിച്ച് ആത്മാവിൽ കരമടിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്നത്. നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്, നീ വിശ്വാസത്തിൽ തളർന്നു പോകരുത്. ചില സിംഹത്തിന്റെ വായ നിന്നിലൂടെ അടപ്പിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ ദൂതനോടാണ് വിശ്വസിക്കുന്നവരുടെ അധരങ്ങൾ കരങ്ങൾ അല്പനിമിഷം ചലിക്കുന്നത്. ഷാർജ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നത്. സഭയെ വിശ്വാസത്തിൽ നിങ്ങൾ പടുത്തു പോകരുത്. ചില സിംഹ ശക്തികളെ ഈ സഭയിലൂടെ അടപ്പിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവൻ വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ ചെലുത്തിയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കത്തിച്ചു കളയാ, നിനക്കുള്ളതിനെ ചമ്പലാക്കാൻ, ഓർമ്മ പോലും ഇല്ലാതെയാക്കി തീർക്കുവാൻ, നിനക്കെതിരെ കത്തി എറിയുന്ന ചില തീയുടെ ബലത്തെ കെടുത്തി കളയാ. നിന്റെ അകത്ത് ദൈവം പകർന്ന വിശ്വാസത്തിന് ഇന്ന് രാത്രി കരുത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കലോ. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായി ഫലമേൽപ്പിച്ച ഈ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോരാടും. ഈ വിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കും. ഈ വിശ്വാസത്തെ ഞാൻ കാക്കും. ശക്തിപ്പെടുക ശക്തിപ്പെടുക ശക്തിപ്പെടുക. ഇന്ന് രാത്രിയിലെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അനന്തര ദിനങ്ങളിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ ആയുസ് ദൈവം മുൻപോട്ട് വരുന്ന സുന്ദര ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 2026 ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചിലതിന്റെ വായ നിന്നിലൂടെ അടപ്പിക്കുക, ചില അഗ്നി സമാനമായ പ്രശ്നങ്ങളെ നിന്നിലൂടെ തകർക്കുക, ചില വാളിന്റെ വായ്ത്തലകളെ നിന്നിലൂടെ തകർക്കുക, നിന്നിലൂടെ അഗോചരവും മഹത്വകരവുമായ ചില വൻകാര്യങ്ങളെ ചെയ്യുക. ദൈവത്തിന് 2026 പദ്ധതിയുണ്ട് മകളെ, പദ്ധതിയുണ്ട് മകനെ, പദ്ധതിയുണ്ട് അഭിഷക്തനെ. അതുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്. നീ വിശ്വാസത്തിന്റെ കരുത്തേറ്റെടുത്താൽ നിന്നിലൂടെ ചില സിംഹത്തിന്റെ വായടയും. നീ വിശ്വാസത്തിന്റെ കരുത്തേറ്റെടുത്താൽ നിന്നിലൂടെ ചില അഗ്നിയുടെ ബലം കെടും. നീ വിശ്വാസത്തിന്റെ കരുത്തേറ്റെടുത്താൽ നിന്നിലൂടെ ചില പ്രതിബന്ധനങ്ങൾ തകരാൻ പോവുക. നിന്നെ ദൈവം കരത്തിലെടുക്കാൻ പോവുക. കൃപ കൃപ കൃപ. വിശ്വാസം കാക്കുന്നവരായിരിക്കുക. പൗലോസ് മരണ സമയത്ത് പറഞ്ഞ മൂന്നാമത്തെ കാര്യം മറക്കല്ല, വിശ്വാസം. അടുകാരൻ എന്താ പാടിയത്? എന്നെ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസം, വ്യർത്ഥമല്ല ആ നിശ്ചയം. വേഗം ഞാൻ എൻ്റെ മണവാളനെ എന്ത് ചെയ്യും?
നമ്മൾ വിശ്വാസം കാക്കുന്നത് വ്യർത്ഥമല്ല കേട്ടോ. നമ്മുടെ അധ്വാനം വ്യർത്ഥമല്ല, നമ്മുടെ ഓട്ടം വ്യർത്ഥമല്ല. നമ്മുടെ ഓട്ടം നോക്കി, നമ്മുടെ അധ്വാനം നോക്കി, ഭോഷനെ പോലെ വിശ്വാസത്തെ കാക്കുന്നത് നോക്കി ഈ ലോകത്തിന്റെ പ്രഭു പറയും, വെറുതെയാ വെറുതെയാ വെറുതെയാ, ഇതെല്ലാം ചുമ്മാതാ, ഒന്നുമല്ല. അവന്റെ മുഖത്ത് നോക്കി ആത്മാവിൽ പറയണം, എന്റെ ഓട്ടം, എന്റെ അധ്വാനം, ഞാൻ മുറുകെ പിടിച്ച് കാത്ത വിശ്വാസം വെറുതെയല്ല. അനന്തവിദൂര ഭാവിയിൽ വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവരുമായ എന്റെ സൃഷ്ടാവിനെ അന്യന്റെ കണ്ടുകൊണ്ടല്ല, സ്വന്തം കണ്ണാൽ ഞാൻ കാണുന്നൊരു ദിവസം. അപ്പൊ പൗലോസിന്റെ പ്രയോഗമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. വിശ്വാസം കാത്തു. കാത്തു എന്നൊരു പദം ശ്രദ്ധേയമാണ്. കാവൽ. വിശ്വാസത്തെ എന്ത് ചെയ്തെന്നാണ്? കാവൽ ചെയ്തു, കാത്തു. എന്തിനാണ് നമ്മൾ കാവലേർപ്പെടുത്തുന്നത്? ഈ നിധി കാക്കുന്നത് പോലെ, വിലപിടിപ്പുള്ള വിശേഷ വസ്തു കാക്കുന്ന പോലെ പൗലോസ് എന്താ കാത്തത്? സമ്പത്ത് കാക്കും മനുഷ്യൻ, വീട് കാക്കും, അല്ലേ? വസ്തു സ്വത്ത് വകകളൊക്കെ കാക്കും, ശരീരവും സൗന്ദര്യവും കാക്കും. അതിനൊക്കെ മനുഷ്യൻ എന്തും ചെയ്യും, അല്ലേ? വീട് കാക്കാന് സെക്യൂരിറ്റികളെ നിർത്തും, CCTV ഒക്കെ വെക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് വീട്ടിലെ സകല കാര്യങ്ങളും നമുക്ക് കാണാം. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലേ? നമുക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കടലാമണക്കിന്റെ പത്തിൽ നാട്ടി വേലി കെട്ടിയ ആ കാലമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അതല്ലേ ഇപ്പം മാറി. മുളയുടെ മണ്ട മുറിച്ച് തറയിൽ കൊത്തി 2 സൈഡും അലക് വെച്ച് വരിഞ്ഞു കെട്ടി വേലി കെട്ടിയ കാലമൊക്കെ ഉണ്ടായിരുന്നു, മണ്ണ് കൊണ്ടൊക്കെ. അതൊക്കെ മാറി, എല്ലാം മാറി. വീട്ടിരുന്നോണ്ട് വീട്ടിലെ ഗേറ്റ് തുറക്കാം, വീട്ടിലാരെങ്കിലും വന്നാൽ എവിടെ ഇരുന്നോണ്ട് കാണാം. അങ്ങനത്തെ സംവിധാനമൊക്കെ ഇപ്പം അത് വീട് കാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. വീട് അങ്ങനെ കാക്കുന്നവരുണ്ട്, ശരീരം കാക്കുന്നവരുണ്ട്. ശരീരം കാക്കാൻ കഠിനമായ വ്യായാമ മുറകൾ. എനിക്ക് കൃഷിയുണ്ടായിരുന്നു, ഇപ്പോഴും കൃഷിയുണ്ട്. ഞാനൊരു കർഷകന്റെ മകനാണ്. കൃഷിയോട് വലിയ താല്പര്യം, മണ്ണിനോടും പ്രകൃതിയോടും ഒരു ഭയങ്കര പ്രണയമാണ്. അതുകൊണ്ട് എനിക്ക് ഒഴിവ് സമയങ്ങൾ കണ്ടെത്തിയാൽ കൃഷി ചെയ്യും. അപ്പം ഞാൻ വെളുപ്പിനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു 6 മണിക്ക് പറമ്പിലിറങ്ങും. ചെത്തും വെട്ടും കൊത്തും കളയും ചിരണ്ടുമായിട്ടൊക്കെ അവിടെ നിൽക്കുമ്പോൾ വഴിയിലൂടെ ഓരോന്ന് റോക്കറ്റ് പോകുന്ന പോലെ കാണാം. ഈ 70 വയസ്സുള്ളവരൊക്കെ പോകുന്ന പോക്ക് കണ്ടാ പിടിച്ചാൽ കിട്ടുകയില്ല. ഒരു കൈ മാത്രം വീശി പോകുന്നവരുണ്ട്, 2 കൈ കറക്കി പോകുന്നവരുണ്ട്, ചാടിപ്പോകുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്. ഒന്നും വേണ്ട, ആത്മനിറവിൽ ആരാധിക്കുന്നിടത്തോളം ഒരു എക്സസൈസ് വല്ലതും ഉണ്ടോ? കൈ ഉയർത്തി ഒരു കാലയിലെയാ പറഞ്ഞാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഈ മരുഭൂമിയിൽ അതല്ലാതെ നമുക്ക് എന്താണ് ആശ്രയം? ദൈവത്തെ ആരാധിക്കുക. അപ്പൊ ശരീരത്തെ സംരക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള കഠിനമായ വ്യായാമ മുറകൾ ആളുകൾ ചെയ്യുന്നു. സൗന്ദര്യം സംരക്ഷിക്കുവാൻ ആഴ്ചതോറും സൗന്ദര്യവർദ്ധിത ശാലകളിൽ ആയിരക്കണക്കിന് പണം മുടക്കുന്നവരുണ്ട്. മനുഷ്യൻ സ്വത്ത് കാക്കുമ്പോൾ, വീട് കാക്കുമ്പോൾ, ധനം കാക്കുമ്പോൾ, ശരീരം കാക്കുമ്പോൾ, സമ്പത്ത് കാക്കുമ്പോൾ, സൗന്ദര്യം കാക്കുമ്പോൾ, 2000 കൊല്ലം മുമ്പ് തടവറക്കകത്ത് കിടന്നുകൊണ്ടൊരു ഭക്തൻ പറയുകയാണ്, ഞാൻ സമ്പത്ത് കാത്തന്നല്ല, ശരീരം കാത്തന്നല്ല, ആരോഗ്യം കാത്തന്നല്ല, ഞാൻ അതിനേക്കാൾ 10,000 മടങ്ങ് മൂല്യമുള്ള അതിവിശുദ്ധ വിശ്വാസത്തെ കാത്തു. നമ്മളിവിടെ കാവൽ ഏർപ്പെടുത്തുന്നത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിന്, അല്ലാത്തതിനൊന്നും കാവൽ ഏർപ്പെടുത്തുകയില്ല. കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ATM കൗണ്ടറിന്റെ മുമ്പിലും ജ്വല്ലറിയുടെ മുമ്പിലും ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലും ഒക്കെ വാച്ചർമാർ കാവൽ നിൽക്കാറുണ്ട്, മഞ്ഞും മഴയൊക്കെ കൊണ്ട്. എന്തിനാ അവര്, ആ സ്ഥാപനക്കാര് അങ്ങനെ കാവൽ നിർത്തിയിരിക്കുന്നത്?
കാവൽ നിർത്തിയിരിക്കുന്നതിന്റെ മുമ്പിലെ കാരണം എന്താണെന്നറിയാം? അതിനകത്ത് വിലപിടിപ്പുള്ള പല സാധനങ്ങളുണ്ട്. അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് മോഷ്ടിക്കപ്പെടാതിരിക്കാനാണ് എന്തിടപ്പെടുത്തുന്നത്. അപ്പൊ ഭൂമിയിൽ നമ്മൾ കാവൽ ഏർപ്പെടുത്തുന്നത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാണ്. നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തതിന് മനുഷ്യൻ എന്തെങ്കിലും കാവൽ ഏർപ്പെടുത്തുവോ? ഞാൻ KSEB ഓഫീസിൽ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ തടിപ്പോസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുക. പണ്ടൊക്കെ തടിപ്പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിങ്ങനെ കൂടിക്കിടക്കുക. ആ കടപ്പ് കണ്ടപ്പോഴേ എനിക്ക് കൊതി തോന്നി. വീട്ടിൽ വിറകില്ല, നല്ല ഉണങ്ങിക്കിടക്കില്ലേ. 5-6 എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി വീട്ടിൽ കൊണ്ട് പരുവത്തിന് മുറിച്ച് തീ കത്തിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. തൊടാൻ പറ്റുമോ? ഒരു കാവലുമില്ല. ബോധമുള്ളവരാരും അതിനകത്ത് തൊടുവോ? അവർക്ക് പ്രത്യേക കോടതിയുണ്ട്, വകുപ്പുകൾ പലത് ചേർത്തിയാൽ അകത്ത് ഊരിപ്പോരാൻ പാടാണ്. ഒരു കാവലുമില്ല. കാര്യം അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയില്ല. ഭൂമിയിൽ മോഷ്ടിക്കപ്പെടാൻ, അപഹരിക്കപ്പെടാൻ, നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാണ് മനുഷ്യൻ കാവൽ ഏർപ്പെടുത്തുന്നതെങ്കിൽ 1000കണക്കിന് 2000കണക്കിന് വർഷങ്ങൾക്ക് പുറത്തൊരു മനുഷ്യൻ പറയുക, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അങ്ങനെയെങ്കിൽ തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ, അപഹരിക്കപ്പെടാൻ, തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാണ് മനുഷ്യൻ കാവൽ ഏർപ്പെടുത്തുന്നതെങ്കിൽ അതേ ഒരു ആശയമാ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം കാക്കണമെങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്. പൗലോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തക്ക നിലയിൽ, തകർന്നു പോകത്തക്ക നിലയിൽ, ചോർന്നു പോകത്തക്ക നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പൗലോസിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഈശാനമൂലൻ അടിച്ച ഈശാനമൂലൻ. ഞാനൊരു 19 പ്രശ്നങ്ങൾ തന്റെ വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ ആഞ്ഞടിച്ചത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കുന്നില്ല, ഒരു 3-4 വാക്യം പരിചയപ്പെടുത്താം, എന്നിട്ട് പ്രാർത്ഥിക്കാം. പൗലോസ് എന്ന വിശ്വാസം എന്റെ വിശ്വാസം തകർത്ത് കളയത്തക്ക നിലയിൽ ആഞ്ഞടിച്ച ഉഗ്രശക്തിയുള്ള സംഹാര ശേഷിയുള്ള ചില പ്രശ്നങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ അധ്യായം വിട്ടുപോകുന്നില്ല. എത്ര കോടുകൾ തന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ചു, എത്ര കാറ്റുകൾ, പ്രതിബന്ധനങ്ങൾ തന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ചു അല്ലേ. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 10-33 വർഷമായി. ശുശ്രൂഷയിലേക്ക് വന്നിട്ട് 30-32 വർഷമായി. കൊച്ചു പ്രായത്തിൽ തുടങ്ങിയതാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് 32 വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, പോരാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വിശ്വാസത്തിൽ നിന്നും എന്നെ പറിച്ചു കളയത്തക്ക നിലയിൽ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാകരുതെന്ന എൻ്റെ പ്രാർത്ഥന, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇരിപ്പൊക്കെ കണ്ടിട്ട് യാതൊരു പോരാട്ടം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നെ പോലെയോ നിങ്ങളെ പോലെയല്ല പൗലോസിന്റെ അവസ്ഥ. വിശ്വാസത്തിൽ നിന്നും തന്നെ പറിച്ചു കളയത്തക്ക നിലയില് 1 അല്ല 9 അല്ല 50 അല്ല, അതിനുവരെ പോരാട്ടങ്ങൾ കൊടുങ്കാറ്റായി തന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ചു. അവിടെയെല്ലാം നിധി കാക്കുന്നത് പോലെ ഒരിക്കലായി പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ താൻ കാത്തു. എന്നിട്ട് മരണത്തിന്റെ ഒടുക്കത്തെ നിമിഷം എന്ന് പറയുക, ഞാൻ വിശ്വാസം കാത്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസിന്റെ വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ ആഞ്ഞടിച്ച ഒരു 5 പ്രശ്നങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു 5 വാക്യം. 5 വാക്യത്തിന്റെ പശ്ചാത്തലം പൗലോസ് എന്ന വിശ്വാസവീരന്റെ വിശ്വാസം തകർത്ത് കളയത്തക്ക നിലയിൽ ആഞ്ഞടിച്ച പ്രശ്നങ്ങളാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. 5 വാക്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം, വിശദീകരിക്കത്തില്ല, പറഞ്ഞു വിടാം. 4:10, 4:13, 4:16, 17, 4:20. ഒന്നുകൂടെ പറയുന്നു, 4:10, 4:13, 4:14, 15 ഉണ്ട്, 4:16, 17, 4:20. ഈ 5 വേദഭാഗങ്ങൾ നമ്മൾ ശാന്തമായിട്ടൊന്ന് ധ്യാനിച്ചാലേ വെറും വാക്യങ്ങളല്ലെന്നിത്. പൗലോസ് എന്ന വിശ്വാസവീരന്റെ വിശ്വാസം തകർത്ത് കളയത്തക്കതിൽ ആഞ്ഞടിച്ച 5 വമ്പൻ പ്രശ്നങ്ങളാണ് ഈ 5 വാക്യം. അതിലൊരു വാക്യം മാത്രം സമയത്തിന്റെ പരിമിതിക്കകത്തൊന്ന് വായിപ്പിക്കാം. 4:10 വായിച്ചേ. മതി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് എവിടേക്ക് പോയി?
പൗലോസ് എന്ന വിശ്വാസവീരന്റെ വിശ്വാസത്തെ തകർന്നു കളയത്തക്ക നിലയിൽ ഈ വാക്യത്തിനകത്ത് എന്താ കഥ, ഈ വാക്യത്തിനകത്ത് എന്താ കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ആ വാക്യം വായിപ്പിച്ചത്. ഇടവഞ്ച് തകർന്നാണ് തന്റെ മകൻ തിമോഥെയോസിനോട് പറയുന്നത്, മോനെ ദേമാസ് ഉണ്ടല്ലോ, ദേമാസ് അവൻ എന്നെ വിട്ട്. ഇത് പറയുമ്പോ ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. പൊട്ടിക്കരഞ്ഞു കാണും, നമ്മൾ കണ്ടില്ലല്ലോ. ഇത് പറയുമ്പോൾ മാറത്തൊന്ന് അടിക്കണമെന്നുള്ള, നെഞ്ചത്തൊന്ന് അടിച്ചു കാണും, നമ്മൾ കണ്ടില്ലല്ലോ. വിങ്ങി പൊട്ടി തകർന്ന് തരിപ്പണമായി തന്റെ മകൻ തിമോഥെയോസിനോട് പറയുക, മോനെ ദേമാസ് ഉണ്ടല്ലോ, ദേമാസ് അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്താ ചെയ്തത്? എന്നെ വിട്ടു. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു. ഇന്നത്തെ വിഷയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ വിശ്വാസം വിട്ടു. ലോക സ്നേഹം വിശ്വാസത്തിനെതിരാണ്. ലോക സ്നേഹം ദൈവ സ്നേഹത്തിനെതിരാണ്. ദൈവ സ്നേഹം ലോക സ്നേഹത്തിനെതിരാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലോക സ്നേഹം അകത്തുള്ളവന് ജയകരമായ ഒരു വിശ്വാസ ജീവിതം ശ്രമകരമാണ്. മറന്നു പോകരുത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടിട്ട് എങ്ങോട്ടാ പോയത്? തെസ്സലോനിക്കയിലേക്ക് പോയി. അല്ല, ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് കൊണ്ട് പൗലോസിന്റെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കാന്? കൃപയാലൊന്നും സംഭവിച്ചില്ല. സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമായിരുന്നു ദേമാസിന്റെ പോക്ക്. ഞാൻ പറഞ്ഞോട്ടെ, ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് പുതിയൊരു ശുശ്രൂഷയ്ക്കല്ല, പുതിയൊരു മേച്ചിൽപ്പുറം തേടിയല്ല, പുതിയൊരു പ്രവർത്തനം സ്ഥാപിക്കാനല്ല. മനസ്സിലായോ? ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് ദൈവകൃപ വിട്ട. മനസ്സിലായോ? ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് വിശ്വാസം വിട്ട. ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് ശുശ്രൂഷ വിട്ട. ആരാ ഈ ദേമാസ്? വിശ്വാസം വിട്ട് ലോകസ്നേഹം അകത്തോട്ട് കയറി തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയ ദേമാസ് ആരാ? ദേമാസ് ചില്ലറക്കാരനല്ല. 2 വാക്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആ 2 വാക്യം ദേമാസ് ആരാണ് എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ്. വായിക്കേണ്ട, കുറിച്ച് വെച്ചോ, വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഫിലേമോന്റെ ലേഖനം 24, കൊലോസ്യ ലേഖനം 4:14. ഈ 2 വാക്യം വായിക്കുമ്പോൾ ലോകസ്നേഹം അകത്തോട്ട് കയറി തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയ ദേമാസ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഈ 2 വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം ദേമാസ് ആരായിരുന്നു. ഒന്ന്, ഒരു കാലത്ത് സുവിശേഷ വേദിയിൽ പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു ആര്? ദേമാസ്. 2, പൗലോസിന്റെ 1-ാം കാരാഗൃഹവാസകാലം തന്നോടൊപ്പം കാരാഗൃഹത്തിൽ കിടന്ന മനുഷ്യനാണ് ആര്? ദേമാസ്. എന്റെ പ്രിയരെ, ലോകസ്നേഹം അകത്തോട്ട് കയറി വിശ്വാസം ചോർന്ന് ഒരു പിന്മാറ്റക്കാരനായി തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയ ദേമാസ് ചില്ലറക്കാരനല്ലെന്ന്. കത്തിച്ചു വെച്ച സ്ഥാനത്ത് ഒരു മെഴുകുതിരി എറിയുന്നത് പോലെ കർത്താവിന്റെ വേലയിൽ പൗലോസിനൊപ്പം ഒരു കാലത്ത് എരിഞ്ഞ മനുഷ്യനാ. പ്രാപിച്ച ദർശന നിമിത്തം, അറിഞ്ഞ സത്യനിമിത്തം തടവറയിൽ കഷ്ടമനുഭവിച്ച ഒരു വലിയ മനുഷ്യനാണ്. ഇപ്പൊ എന്തിയേ? കൃപ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അങ്ങനെ അനേക ദേവാസമാര് വിശ്വാസം വിട്ട് ദൈവകൃപ വിട്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അന്ത്യം വരെ ഈ വിശ്വാസത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുക. ആ തീരുമാനം അകത്തുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തിയൊരു കാര്യം പറഞ്ഞാണ്. ഇനി ദേമാസ് പിന്മാറ്റക്കാരനായി തെസ്സലോനിക്കയിലേക്ക് പോകാനുള്ള കാരണം എന്നാ? കാരണം ഓടിച്ചെന്ന് പറയാം. വെറുതെ പോയതല്ല പുള്ളി, ആണോ? ദേമാസിനോട് ചോദിക്കേ, നീ ഈ വിശ്വാസം വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോകാനുള്ള കാരണം എന്നാ സഹോദര? ദേമാസ് തല പൊക്കിപ്പിടിച്ച് നമ്മെ നോക്കി പറയും, ഞാൻ ഈ വിശ്വാസം വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോകാൻ വെറുതെ ഒന്നും പോയതല്ല, തക്കതായ ചില കാരണമുണ്ട്. തക്കതായ ചില കാരണം. വിശ്വാസം വിട്ടുപോയത് വെറുതെ അല്ല, തക്കതായ ചില കാരണം. അയാൾ പറയും 2 കാരണമുണ്ട്. 2 കാരണം. ആ 2 കാരണം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് നല്ലൊരു ശുശ്രൂഷകനായിരുന്നു. ഒരു കാലത്ത് നല്ല അധികാര ശുശ്രൂഷയുണ്ട്. എല്ലാ വ്യാഴാഴ്ച എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ പ്രയർ ഉണ്ട്. അന്ന് അതിഥിയായിട്ട് അദ്ദേഹം മിക്കവാറും വരും. ഭയങ്കര വിടുതലാണ് പുള്ളിയുടെ ശുശ്രൂഷയിൽ. ഒരു ദുർബല നിമിഷം അദ്ദേഹം ദൈവകൃപ വിട്ടുപോയി. വേറൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഒരു പിന്മാറ്റക്കാരനായി. ഞാൻ വണ്ടി നിർത്തി അദ്ദേഹത്തെ വിളിച്ചു. വിളി കണ്ട് എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാൻ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവകരങ്ങളിൽ ഇത്ര ശക്തമായി പ്രയോജനപ്പെട്ട നിങ്ങൾക്ക് എങ്ങനെ ഈ വിശ്വാസം വിട്ട് ഈ ശുശ്രൂഷ വിട്ടു പോകാൻ തോന്നി? അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ട് പറഞ്ഞാ, ഞാൻ വെറുതെ പോയതല്ല, ഈ ശുശ്രൂഷ വിട്ടു പോകാൻ തക്കതായ ചില കാരണമുണ്ട്. മനസ്സിലായോ? ദേമാസിനോട് ചോദിക്കുക, എന്താ നീ വിശ്വാസം വിട്ടു പോയത്? അദ്ദേഹം പറയും, വെറുതെ പോയതല്ല, 2 കാരണമുണ്ട്. ദേമാസേ, 2 അല്ല,
2 കോടി കാരണം വന്നാലും നിന്നെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി നീ വിശ്വാസം വിട്ടു പോകരുത്. ഈ 2ാമത്തെ രാത്രി ഇതിനകത്ത് എന്നെ കേൾക്കുന്ന കൃപ ചെയ്യാൻ 2 ലക്ഷം കാരണം വിശ്വാസത്തിൽ നിന്ന് തകർക്കത്തക്ക നിലയിൽ നമുക്കെതിരെ വന്നാലും നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരുപാട് കൃപ വിട്ടു പോകരുത്. അതാണ് എനിക്ക് പൗലോസ് പറഞ്ഞത്. ആ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നത് എന്താണ്? ഉയരത്തോട് ചോദിച്ചു, ആഴത്തോട് ചോദിച്ചു, ഇപ്പോൾ ഉള്ളതിനോട് ചോദിച്ചു, വരാനുള്ളതിനോട് ചോദിച്ചു, മരണത്തോട് ചോദിച്ചു, നഗ്നതയോട് ചോദിച്ചു, ആപത്തിനോട് വാളിനോട് ചോദിച്ചു, നിനക്ക് പറ്റുമോ? ഇപ്പൊ പാട്ടുകാരൻ പാടി ഒരു വരി എന്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ ഞാൻ എന്ത് ചെയ്യും? സന്തോഷമായിട്ട് യാത്ര ചെയ്യും. ദേമാസ് വിശ്വാസം വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോകാൻ 2 കാരണം ഒറ്റ വാക്യം പറയാം. 1, അയാളുടെ പട്ടണമാണ് തെസ്സലോനിക്ക പട്ടണം. ഈ തെസ്സലോനിക്ക പട്ടണത്തിൽ വെള്ളി കുടിച്ചെടുക്കുന്ന ഖനികളുണ്ട് കേട്ടോ. അപ്പൊ തെസ്സലോനിക്ക പട്ടണത്തിലെ വെള്ളിഖനി ദേമാസിനെ ആകർഷിച്ചു. 2, പൗലോസിന്റെ ഒപ്പം റോമിൽ പാർത്താൽ സുവിശേഷ വിരോധികൾ തന്നെ കൊന്നുകളയുമോ എന്നൊരു പ്രാണഭയം അകത്തോട്ട് കയറി. കണ്ടോ? അപ്പൊ വെള്ളിയെക്കുറിച്ചുള്ള മോഹവും പ്രാണനെ കുറിച്ചുള്ള ഭയവും ദേമാസ് എന്ന ഭക്തന്റെ അകത്തോട്ട് ഇടിച്ചു കയറിയപ്പോൾ അവൻ പൈപ്പ് പൊട്ടി ഒഴുകുന്ന പോലെ വിശ്വാസം അങ്ങ് ചോർന്നു പോയി. തന്റെ വിശ്വാസം ചോർന്നു പോകാനുള്ളൊരു വലിയ ഘടകമാണ് തെസ്സലോനിക്കയിലെ വെള്ളിക്കണികളെ കുറിച്ചുള്ള മോഹം. വെള്ളിയെ കുറിച്ചുള്ള മോഹം അകത്തോട്ട് കയറിയപ്പോൾ അദ്ദേഹം വിശ്വാസം വിട്ടുപോയെന്ന്. സ്തോത്രം. വെള്ളിയെ കുറിച്ചുള്ള മോഹം വിശ്വാസത്തെ ചോർത്തി കളയുന്നൊരു വമ്പൻ ദുരന്തമാണ് മോഹം. മോഹത്തിന്റെ ഗൗരവത്തെ കുറിച്ച് യാക്കോബ് തന്നെ ദൈവശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ മോഹമാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം കേട്ടോ. മോഹമാണ്. ഒരു സ്ത്രീ കണ്ടു, മോഹിച്ചു, പറിച്ചു കഴിച്ചു, കൂടെ ഉള്ളവരും അതിന്റെ ദുരന്തമല്ലേ ഇപ്പൊ ലോകം മുഴുവൻ അനുഭവിക്കുന്നത് അല്ലേ? ആഖാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. മോഹത്തെ കുറിച്ച് യാക്കോബ് പറയുന്നത് ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. കാര്യം ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരുവൻ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? യാക്കോബ് അത്ര കൃത്യമായിട്ട് പറഞ്ഞത്. സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച്, ബാക്കി അറിയാമോ, വശീകരിക്കപ്പെട്ടാണ് ഒരുവൻ എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് യാക്കോബ് പറയുക, മോഹം ഗർഭം ധരിച്ചാൽ എന്താ ഉണ്ടാകുന്നത്? പാപം മുഴുത്തട്ട് എന്താ പുറത്തേക്ക് വരുന്നത്? മരണം. ആ മരണം ഏതാ? കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന കത്തുന്ന നരകമാ. അപ്പോൾ ഒരു ദൈവമൈതലിനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ദൈവഹിതമല്ലാത്ത മോഹങ്ങളാണ്. നിത്യത നഷ്ടപ്പെടുത്തുന്ന നരകത്തിന്റെ ഭീകരതയിലേക്ക് നാം അറിയാതെ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന എന്തെങ്കിലും മോഹങ്ങൾ പിശാച് നമ്മുടെ അകത്ത് പാടി കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ 2ാമത്തെ രാത്രി അതിനെ അടികേറെ പറിച്ചു കളയാൻ തയ്യാറായ ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിനെ ബലപ്പെട്ടാട്ടെ. കൃപ 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 കൃപ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ മോഹം ആരോടായിരിക്കട്ടെ? പ്രാർത്ഥിക്കുന്ന നമ്മുടെ മോഹം എന്തിനോടായിരിക്കട്ടെ? പ്രാർത്ഥിക്കുന്ന നമ്മുടെ മോഹം ഏതിനോടായിരിക്കട്ടെ? പ്രാർത്ഥിക്കുന്ന നമ്മുടെ മോഹം ഈ വചനത്തോടാകട്ടെ, ദൈവ സാന്നിധ്യത്തോടാകട്ടെ, പ്രാർത്ഥനയോടാകട്ടെ, അഭിഷേകത്തോടാകട്ടെ. കർത്താവേ, നിന്നിൽ ദാഹമുള്ളൊരു ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാണ് ദൈവത്തോട്. ഞാൻ അവസാനിപ്പിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ദാവീദ് എന്താ പാടിയത്? ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഭക്തന്റെ ദാഹം വെള്ളത്തിനല്ല, ദൈവത്തിന് വേണ്ടിയാണ്. നമ്മുടെ ദാഹം ദൈവത്തോടായിരിക്കട്ടെ, നമ്മുടെ മോഹം ദൈവ സാന്നിധ്യത്തോടായിരിക്കട്ടെ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദേമാസ് പിന്മാറിപ്പോയി. ദേമാസിന്റെ പിന്മാറ്റം പൗലോസിനെ വല്ലാതെ ഉലച്ചു കേട്ടോ. ദേമാസിന്റെ പിന്മാറ്റത്തിൽ കപ്പൽ ഉലയുന്ന പോലെ പൗലോസ് ഉലഞ്ഞു പോയി, വൃക്ഷം ഉലയുന്ന പോലെ ഉലഞ്ഞു. പക്ഷെ തന്റെ വിശ്വാസം ഉലഞ്ഞു പോകാൻ
അവൻ അനുവദിച്ചില്ല. അവിടെ താൻ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ പിന്മാറിയേക്കാം, കൂട്ടുകാർ പിന്മാറിയേക്കാം, നമുക്ക് മുൻപ് വന്നവർ പിന്മാറിയേക്കാം, നമ്മെ വിശ്വാസത്തിൽ കൊണ്ടുവന്നവർ പിന്മാറിയേക്കാം. ആരൊക്കെ പിന്മാറിയാലും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ വിശ്വാസം വിട്ട് നമ്മൾ പോകരുത്. ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ നമുക്ക് മടങ്ങാം. കർത്താവേ, ആരൊക്കെ നിന്നെ വിട്ടുപോയാലും, എന്നേക്കാൾ വമ്പന്മാർ, എന്നേക്കാൾ ഉന്നതന്മാർ, എനിക്ക് മുൻപേ വന്നവർ, എന്നെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നവരൊക്കെ നിന്നെ വിട്ടുമാറിയാലും ഞാനും എന്റെ കുടുംബമോ അന്ത്യം വരെ നിന്നെ സേവിക്കുമെന്ന് യോശുവയോട് ചേർന്ന് ഇന്ന് രാത്രി തീരുമാനത്തോടെ നമുക്ക് നിൽക്കാം. നമ്മൾ ആരാധിക്കുന്നു എന്നതല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നതല്ല, അന്ത്യം വരെ ദൈവത്തിന് വേണ്ടി നിൽക്കാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. എന്റെ സമയം തീരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തൽസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് പ്രത്യാശയുടെ 2 വരികൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചെന്ന് രാത്രി മടങ്ങണം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടച്ച് എല്ലാ ഹൃദയവും ദൈവമുൻപാകെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് ഒരു വാക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നാവിൽ നിന്നും ഇന്ന് രാത്രി സ്തുതികൾ ഉയരട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം കാക്കുന്നവരാകാം. വിശ്വാസ വീതിയിൽ നിന്നും പറിച്ചു കളയത്തക്ക നിലയിൽ പോരാട്ടങ്ങൾ അടിക്കുമ്പോൾ, വെല്ലുവിളികൾ അടിക്കുമ്പോൾ വിശ്വാസത്തെ കാക്കുന്നവരാകാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകാം. അതിനായിട്ട് ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചേറ്റെടുത്ത ജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ വിളംബരങ്ങൾ ദൈവശക്തിയായി, നിത്യജീവനായി, വിടുതലായി, ആത്മനിറവായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം.